CM വലിയുള്ള ലൊക്കേഷൻ സൈറ്റ് സന്ദർശിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഈ കട്ടിൽ ഇവിടുന്ന് എടുക്കണം. ഇവിടെ ഒക്കെ ഖബറുകളുണ്ട്, അതൊരുപാട് മഹാന്മാരുണ്ട്. മഹാനവറുകൾ ജനങ്ങളെ പൊട്ടനാക്കി. ദിവ്യൻ ചമഞ്ഞിട്ടില്ല. മഹാനായ CM വലിയുല്ലാഹി ഞാനങ്ങ് പറയും അനുസരിച്ചോളൂ എന്ന് പറഞ്ഞ് കണ്ണുരുട്ടിയിട്ടില്ല. ഭൂമിക്കടിയിലുള്ളതാരാണ്? അവരെത്ര പേരാണ്? ഏത് കാലത്തുള്ളവരാണ്? സുബ്ഹാനല്ലാഹ്, അത് പറയാനറിയാം. അവരെ കുറിച്ച് വിവരണങ്ങൾ നൽകാൻ അറിയാം. ആകാശത്തും മേലും ഭൂമിക്കും താഴെയും ഇവരെ നെറ്റ്വർക്ക് സജീവമാണ്. അവരെ കൊടി അവിടെയൊക്കെ സ്ഥാപിതമാണ്. ആ കൊടി എടുത്തോണ്ട് പോകാൻ ആർക്കും വിചാരിച്ചാൽ കഴിയില്ല. എവരിബഡി ഹാസ് ദ കാൾ ഓഫ് സയൻസ്. ഏതു മനുഷ്യന്റെ മനസ്സിലും ഒരു ശാസ്ത്രത്തിന്റെ വിളിയുണ്ട്. ആ വിളി വളിയാണെന്നാരും പറയരുത്. Everybody has the call of science. ആ വിളിയാണ് സെൻസ്. സെൻസ് വിവേകം, തിരിച്ചറിവ്. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥലത്ത് മണ്ണ് കിളച്ചപ്പോൾ മൂടുകല്ല്, അവിടെ ഖബറുണ്ട് എന്ന് ചിലർ, അതേതെങ്കിലും മഹാന്മാരുടേതായിരിക്കും എന്നു മറ്റു ചിലർ, അല്ലാന്ന് വേറെ ചിലർ ബഹളമായി. മഹാനായ CM വലിയുള്ള ഹയാത്തിലുള്ള കാലം പരിഹാരത്തിന് വേണ്ടി ആ മഹാനവറുകളെ കൊണ്ടുവന്നു. കാസർഗോഡ് ജില്ലയിലാണ്. മഹാനായ CM വലിയുള്ളാനെ സൽക്കരിക്കാൻ വേണ്ടി ആ മൈതാനത്ത് അവരൊരു കട്ടില് വെച്ചു. അടുത്തൊന്നും വീടില്ലാത്ത സ്ഥലമാണ്. ഖബർസ്ഥാനല്ല, മൈതാനമാണ്. അവിടെ നേരത്തെ ഖബറുള്ളതായി ആർക്കും അറിയില്ല. വെളിം പ്രദേശമാണ്. ആ സ്ഥലത്തൊരു കട്ടില് വെച്ചു. ആ കട്ടിലിന് മുകളിൽ ബെഡും, ആ ബെഡിന് മുകളിൽ ഷീറ്റും തലയണയും, പിന്നെ അതിനടുത്തൊരു സ്റ്റൂളും കസേരയും. ആ കസേരയിൽ പഴങ്ങൾ, വിഭവസമൃദ്ധമായ ഉൽക്കവും സൽക്കാരവും. CM വലിയുള്ള ലൊക്കേഷൻ സൈറ്റ് സന്ദർശിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഈ കട്ടിൽ ഇവിടുന്ന് എടുക്കണം. ഇവിടെ ഒക്കെ ഖബറുകളുണ്ട്, അതൊരുപാട് മഹാന്മാരുണ്ട്. കുറെ ദൂരെ അപ്പുറത്തൊരു മൂലയിൽ കൊണ്ടുപോയി ഇടാൻ പറഞ്ഞു. എല്ലാം അങ്ങോട്ട് മാറ്റി. ജനങ്ങൾ ആദ്യം അനുസരിച്ചെങ്കിലും പിന്നെ മുറുമുറുപ്പായി. ഒരു ഖബർ ആലോചിക്കാനും തീരുമാനിക്കാനും വേണ്ടി കൊണ്ടുവന്നതാണ്. ഇപ്പം മൂപ്പര് നോക്കുമ്പോ ഇവിടെ മുഴുവനും ഖബറാണ്. മഹാനവറുകൾ ഉറപ്പിച്ചു പറഞ്ഞു, 90 മഹാന്മാരെ ഖബറുകളുണ്ട് ഇവിടെ. അപ്പൊ ജനങ്ങള് എന്തു ചെയ്യണമെന്നറിയാതെ വാപൊളിച്ചു നിൽക്കുന്നു. ജനങ്ങളെ സസ്പെൻസിലാക്കിയിട്ട് കാര്യമില്ല, അവരെ ചീത്ത പറഞ്ഞിട്ടും കാര്യമില്ല. അവരെ മുമ്പില് വലിയ ദിവ്യൻ ചമഞ്ഞ് അവരെ പൊട്ടനാക്കി കളയിക്കുന്ന കളിയും CM വലിയുള്ളാക്കില്ല. മനുഷ്യനാണ്, സെൻസ് സ്വാഭാവികമാണ്. ചോദ്യങ്ങൾ മനസ്സിലുണ്ടായിപ്പോകും, അതാരുടെയും കുറ്റമല്ല. ആ ചോദ്യങ്ങൾക്ക് അനുസൃതമായി നല്ല മറുപടി നൽകണം. അതാണ് ആലിമിന്റെ ഉത്തരവാദിത്വം. അത് വിനയത്തോടെ ചോദിക്കണം. അതാണ് ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം. Everybody has the call of science. ഏതു മനുഷ്യന്റെ മനസ്സിലും ഒരു ശാസ്ത്രത്തിന്റെ വിളിയുണ്ട്. ആ വിളി വളിയാണെന്നാരും പറയരുത്. Everybody has the call of science. ആ വിളിയാണ് സെൻസ്. സെൻസ് വിവേകം, തിരിച്ചറിവ്. അതിനെ ആരും പരിഹസിക്കരുത്. മഹാനായ CM വലിയുള്ള ജനങ്ങളെ പൊട്ടം കളിപ്പിച്ചിട്ടില്ല. മഹാനവറുകൾ ജനങ്ങളെ പൊട്ടനാക്കി. ദിവ്യൻ ചമഞ്ഞിട്ടില്ല. മഹാനായ CM വലിയുല്ലാഹി ഞാനങ്ങ് പറയും അനുസരിച്ചോളൂ എന്ന് പറഞ്ഞ് കണ്ണുരുട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിൽ വല്ല പ്രശ്നമുണ്ടോ? ഇതവിടെ കുഴിച്ചോളി.
അവിടെ കുഴിച്ചു. പടച്ചവനെ, അവിടെ മൂടുകല്ലുകൾ കണ്ടു. കുറച്ചപ്പുറത്ത് കുപ്പര് പറഞ്ഞു അവിടെ കുഴിച്ചോളൂ. അവിടെയും മൂടുകല്ലു കണ്ടു. രണ്ടു കൂട്ടര് മെനക്കെട്ട് കുഴിക്കുകയാണ്, മൂടുകയാണ്. ഇനി സംശയമുള്ളോല് വരി. വേറൊരു കൂട്ടർക്ക് പണി കൊടുത്തു, മറ്റൊരു മൂല അവരും കുഴിക്കാണ്. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? ആർക്കും സംശയം വേണ്ട. ഒരു ചെമ്പിലെ ചോറ് വെന്തോന്നറിയാൻ 2 എണ്ണം ഞെക്കി നോക്കിയാ മതി. മുഴുവനും ഞെക്കി നോക്കിയാൽ പിന്നെ ആ ചോറ് തിന്നാൻ കൂടൂല. സുബ്ഹാനല്ലാഹ്, 3 സ്ഥലത്ത് കുഴിച്ചു. അവിടെ മുഴുവനും മൂടുകല്ലുകൾ കാണപ്പെട്ടു. മഹാനവർകൾ പറഞ്ഞു, അത് ഏതായാലും അങ്ങനെ തന്നെ മൂടിക്കോ, അടയാളവും വെച്ചോ, വേറെ എവിടെയും കുഴിക്കൊന്നും വേണ്ട. 90 മഹാന്മാരുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് നിങ്ങൾ ബൗണ്ടറി വളച്ചു കെട്ടണം, കന്നുകാലികൾ കയറാതെ സൂക്ഷിക്കണം, മഹാന്മാരോടുള്ള അദബ് കാണിക്കണം. ഒരു ദിവസം നിർണയിച്ചു കൊടുത്തു ശൈഖുന. ആ ദിവസത്തിൽ നിങ്ങൾ വന്നിവിടെ സിയാറത്ത് ചെയ്യുന്നത് നല്ലതാണ്. സുബ്ഹാനല്ലാഹ്, കണ്ണൂർ ജില്ലയിലല്ല, കാസർഗോഡ് ജില്ലയിൽ നഗരത്തിന് ഏകദേശം 10 കിലോമീറ്റർ പരിസരത്ത് ചൗക്കിയിൽ നിന്നങ്ങനെ തിരിഞ്ഞുപോയി കമ്പാറിലെത്തുമ്പോൾ പരിപ്പാട് മഖാം അവിടെ കാണാമെങ്കിൽ ഭൂമിക്കടിയിലുള്ളതാരാണ്, അവരെത്ര പേരാണ്, ഏത് കാലത്തുള്ളവരാണ്. സുബ്ഹാനല്ലാഹ്, അത് പറയാനറിയാം, അവരെ കുറിച്ച് വിവരണങ്ങൾ നൽകാൻ അറിയാം. ആകാശത്തും മേലും ഭൂമിക്കും താഴെയും ഇവരെ നെറ്റ്വർക്ക് സജീവമാണ്. അവരെ കൊടി അവിടെയൊക്കെ സ്ഥാപിതമാണ്. ആ കൊടി എടുത്തോണ്ട് പോകാൻ ആർക്കും വിചാരിച്ചാൽ കഴിയില്ല. അത് വലിച്ചെറിയാൻ ആർക്കും സാധിക്കില്ല. അവരുടെ സാമ്രാജ്യം ഭദ്രമാണ്. അത് അല്ലാഹുവിന്റെ ദിവ്യ സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ. ആ ദിവ്യ സ്നേഹത്തിന്റെ കൊടിയടയാളം അല്ലാഹു മഹത്തുക്കൾക്കു നൽകുന്നത് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ആ കൊടി ഞങ്ങളെ കയ്യിലും ഞങ്ങളെ മുന്നിലും ഞങ്ങളെ നയിക്കുന്ന CM വലിയുല്ലാഹി കാണിച്ചു തന്നിട്ടുണ്ട്. ആ കൊടിയുടെ പിന്നാലെ ഞങ്ങളാണ് നിരത്തണേ തമ്പുരാനെ, സങ്കടങ്ങൾ തീർക്കണേ റഹ്മാനെ,